വൺ പീസ് ആനിമെ സ്കൈപിയ സാഗ 24-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഗ്രാമത്തിലെ അവസ്ഥ പരിതാപകരമായിരുന്നു. പകർച്ചവ്യാധി കാരണം മരണങ്ങൾ കൂടി. അതിനൊപ്പം ഭൂമികുലുക്കവും. തങ്ങൾക്ക് വന്നു വീണ ശാപത്തിന്റെ കാരണക്കാരായ ജയിലിൽ അടയ്ക്കപ്പെട്ട നാവികരെ കൊല്ലാൻ അരിശങ്കേറിയ ചിലർ ശ്രമിച്ചു. എന്നാൽ സേറ്റ എന്ന പയ്യൻ വന്ന് ആ കൂടിന് മുന്നിലിരുന്നു. അവനോട് അവിടെ നിന്നും മാറാൻ അരിശപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ ആദരിക്കുന്ന ശാന്തോറയിലെ പോരാളികൾ ഇതിലും കൂടുതൽ അഭിമാനമുള്ളവരാണ് എന്നായിരുന്നു. ഈ സൂര്യൻ പടിഞ്ഞാറ് ഒരിക്കൽ കൂടി മറയുമ്പോൾ നിന്റെ ആൾക്കാരുടെ ജീവൻ ദൈവങ്ങൾക്ക് ബലി നൽകിയിരിക്കും. ഭൂമിക്കിടയിൽ കുടുങ്ങിക്കിടന്ന നോളണ്ടിനോട് കാൽഗര പറഞ്ഞു. നോളണ്ട് അതിനിടയ്ക്ക് നിന്ന് രക്ഷപ്പെടാൻ കഴിവതും ശ്രമിച്ചെങ്കിലും ഫലമില്ലായിരുന്നു. കാൽഗര അത് കണ്ട് ചിരിച്ചു. ശരിക്കും ദൈവത്തിന്റെ ചെയ്തി തന്നെ. എന്നാലും നിനക്കിപ്പോഴും ജീവനുണ്ടെന്നുള്ളതാണ് വിശ്വസിക്കാനാവാത്തത്. എന്നാലും നോളണ്ട് പരാജയപ്പെടാൻ തയ്യാറായിരുന്നില്ല. അയാൾ തന്റെ ഉള്ള ശക്തിയെല്ലാം കൊണ്ട് ഒന്നും കൂടി ശ്രമിച്ചു. അപ്പോൾ തന്റെ മേളിൽ വന്ന് വീണ ഭൂമി ഒന്നനങ്ങി. കാൽഗരയ്ക്ക് അത്ഭുതം. നോളണ്ട് ആ പ്രവൃത്തി കഠിനമായ വേദനയിലും പിന്നെയും ആവർത്തിച്ചു. സൂര്യൻ ചുമന്നു. ബലികർമ്മങ്ങൾക്കായി നാവികരെ എല്ലാം അവർ ബലിത്തറയിലേക്ക് മാറ്റാൻ തുടങ്ങി. എന്നാലും കുറച്ചുകൂടി കാത്തിരിക്കൂ, ഞങ്ങളുടെ ക്യാപ്റ്റൻ ഇപ്പോൾ വരുമെന്നവർ എല്ലാം യാചിച്ചു. സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു. കഷ്ടം തന്നെ. ഇതാണോ ദൈവത്തെ നിന്ദിക്കുന്നവർക്കുള്ള ശിക്ഷ? കാൽഗര പറഞ്ഞു. നിനക്കെന്തിനാണ് ഇത്ര ഭയം എന്ന് നോളണ്ട്. എന്താ, നിനക്ക് കാണാനാവാത്ത ഭീതിയിൽ പേടിച്ച് നിന്റെ മനസമാധാനത്തിന് വേണ്ടി മനുഷ്യജീവൻ ബലി കൊടുക്കുന്നു. എന്റെ മനസമാധാനത്തിന് വേണ്ടിയോ? നിങ്ങൾ കൊടുക്കുന്ന ബലിയെല്ലാം അർത്ഥശൂന്യമാണ്. അത് കേട്ട് അരിശം കയറിയ കാൽഗര നോളണ്ടിന്റെ മുഖത്ത് തൊഴിച്ചു. നൂറ്റാണ്ടുകളായി ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് എന്നുവെച്ച് അതെല്ലാം ശരിയാകുമോ? ശബ്ദിക്കരുത് വാരുത്ത. നിന്റെയൊക്കെ ദൈവം എത്ര മഹാനാണെങ്കിലും മനുഷ്യരുടെ ജീവൻ അതിലും വിലയുണ്ട്. അൾത്താരയുടെ ചുവട്ടിൽ വിറകിന് തീവെച്ച് അതിലേക്ക് അവരെ ഇട്ട് ബലി കൊടുക്കാനായിരുന്നു ഗ്രാമീണരുടെ ഉദ്ദേശം. നിലവിളിക്കുന്ന നാവികർക്കൊപ്പം ആ യുവതിയും മരണത്തിലേക്കുള്ള പടവുകൾ കയറി. നിരപരാധിയായ ഒരു പെൺകുട്ടിയെ മരണത്തിലേക്ക് നിനക്ക് പറഞ്ഞുവിടാം. അതിനെക്കുറിച്ച് നിനക്കൊരു പരിഭവവും കാണില്ല. അതുകൊണ്ട് നിനക്ക് മനസ്സിലാകുമോ എന്നെനിക്ക് സംശയമാണ്. താൻ ചെയ്യുന്നത് മനുഷ്യത്വരഹിതമാണ്. എനിക്ക് പരിഭവം ഒന്നുമില്ലെന്നല്ലേ നീ പറയുന്നത്? ഇന്നലത്തെ ആ പെൺകുട്ടി എന്റെ സ്വന്തം മകളാണ്. നോളണ്ട് ഞെട്ടി. സ്വന്തം മകളോടാണ് നീ അവളുടെ ജീവൻ ബലി നൽകാൻ പറഞ്ഞത്? പുരോഹിതന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനാവും. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇവിടെ എത്രത്തോളം ശക്തിയുണ്ടെന്ന് മനസ്സിലാകാത്തത് നിങ്ങൾക്കാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ദൈവത്തിന്റെ വാക്കുകൾ. അതനുസരിക്കുന്നതാണ് ഈ ഗ്രാമത്തിന്റെ രീതി. എന്റെ മകളായതുകൊണ്ട് അവളെ വെറുതെ വിടണമെന്ന് എനിക്ക് യാചിക്കാനാവില്ല. അതനുസരിച്ചില്ലേ വിധി എപ്പോഴും പിന്തുടരും. പെട്ടെന്ന് അവർ ഒരു ശബ്ദം കേട്ടു. അതാ അവിടേക്ക് മറ്റൊരു വലിയ സർപ്പം വരുന്നു. ഇതൽപ്പം ചെറുതാണ്. കാശിഗാമിയുടെ കുഞ്ഞായിരിക്കും ഇത്. നിന്റെ വിധി നടപ്പിലാക്കാൻ ദൈവത്തിന്റെ ചോര വന്നിരിക്കുന്നു. ആ സർപ്പം നോളണ്ടിന് നേർക്കടുത്തു. അപ്പോൾ നോളണ്ട് ഉറക്കെ പറഞ്ഞു, 60 വർഷം മുൻപ് ഈ ഗ്രാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞാടുന്ന കിനെറ്റ്സു പ്ലേഗ് കാരണം എന്റെ നാട്ടിലും 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ടിരുന്നു. പക്ഷെ കഴിഞ്ഞ നാളുകളിലായി ഈ രോഗം കാരണം ആരും തന്നെ മരണപ്പെട്ടിട്ടില്ല അവിടെ. എന്തുകൊണ്ടാണെന്ന് നിനക്കറിയുമോ? കാരണം അതിനൊരു മരുന്ന് ഞങ്ങൾ കണ്ടെത്തി. ഇപ്പോൾ എന്റെ ഈ വലത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കോന എന്ന മരത്തിന്റെ തോലാണ്. അതിൽ നിന്നുള്ള കോനീൻ എന്ന സത്താണ് ഈ അസുഖത്തിനുള്ള മരുന്ന്. ഇതുകൊണ്ട് തിരികെ ചെല്ലാനായാൽ എനിക്ക് ഈ ഗ്രാമത്തെ രക്ഷിക്കാനാവും. ഈ ഒരൊറ്റ മരുന്നിന് വേണ്ടി ലോകത്താകമാനമുള്ള ജനങ്ങൾ എത്ര നാൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയുമോ? ഇതിനു വേണ്ടി എത്രത്തോളം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയുമോ? ഈ മഹത്തായ പുരോഗതിയെയാണ് നിന്റെ ആൾക്കാർ നശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ആചാരങ്ങൾ അവരെ അവഹേളിക്കുന്നതാണെന്ന്. നിങ്ങളുടെ പഴഞ്ചൻ രീതികളാണ് യഥാർത്ഥ തിന്മ. നിങ്ങൾക്ക് ദൈവങ്ങളെ അത്ര ഭയമാണോ? ഉടനെ തന്നെ സർപ്പം നോളണ്ടിനെ ആക്രമിക്കാൻ കുതിച്ചു. എന്നാൽ ഉടനെ തന്നെ കാൽഗര അതിനെ വധിച്ചു. എനിക്ക് ഉത്തരം തരൂ, ഞാൻ എന്തിനെയാണിപ്പോൾ കൊന്നത്? ഒരു സർപ്പത്തിനെ അല്ല. ഞാനിപ്പോൾ ഞങ്ങളുടെ കൽപ്പനകൾ ലംഘിച്ച് ഒരു ദൈവത്തെ കൊന്നിരിക്കുന്നു. പക്ഷേ നീ ഇതിനെ ഒരു സർപ്പമെന്ന് വിളിക്കുന്നു. മാത്രമല്ല, ഞങ്ങളിൽ ഭവിച്ച കൊടിയ ശാപത്തെ ഭേദമാക്കാവുന്ന രോഗമെന്ന് വിളിക്കുന്നു. നിനക്ക് ശരിക്കും എന്റെ ഈ പ്രിയപ്പെട്ട ഗ്രാമത്തെ രക്ഷിക്കാനാകുമോ? അയാൾ കരഞ്ഞു. എനിക്ക് കഴിയും, നോളണ്ട് ഉറപ്പിച്ചു പറഞ്ഞു. രാത്രിയായി. അൾത്താരയിൽ ആരുമില്ല. കത്തിക്കാൻ കൂട്ടിയിട്ട വിറകുകൾ തീപ്പെട്ടിരുന്നില്ല. ശാന്തമായ ആകാശത്ത് നിലാവ് ഉദിച്ചു നിന്നു. നിലാവെളിച്ചത്തിൽ ഗ്രാമം പ്രതിഫലിച്ചു. അതിനുള്ളിൽ നാവികർ ഗ്രാമനിവാസികൾക്ക് അസുഖത്തിനുള്ള മരുന്നുകൾ കൊടുത്തു. വളരെ പെട്ടെന്ന് തന്നെ ആ മരുന്ന് ഫലിച്ചു തുടങ്ങി. അവർ ആഘോഷിച്ചു. കാൽഗര തന്റെ മകളെ ചേർത്ത് പിടിച്ച് ഉറക്കെ പൊട്ടിക്കരഞ്ഞു. എല്ലാവരും സന്തോഷിച്ചു. നോളണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി വിശ്രമിച്ചു.
അയാൾക്ക് ചുറ്റും നാവികരും ഗ്രാമനിവാസികളും ഒത്തുചേർന്നു. രാത്രി മുഴുവൻ ആ ഗ്രാമത്തിൽ ആഘോഷം തിമിർത്തു. കാട്ടിലൊരു സർപ്പത്തെ കണ്ട് നാവികരെല്ലാം ഭയന്നുപോയി. നോളണ്ടിന് അതിന്റെ രൂപം കണ്ട് മനസ്സിലായി. ആ വലിയ സർപ്പത്തിന് ഒരു പേരക്കുട്ടി ഉണ്ടെന്നുള്ളത് കാൽഗരിക്കും അത്ഭുതമായിരുന്നു. സർപ്പമോ എന്ന് നോളണ്ട്. ആ സർപ്പം, അത് പറഞ്ഞ് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലായതുമില്ല. ഇന്നലെ വരെ ഇവര് പരസ്പരം കൊല്ലാൻ നോക്കിയതല്ലേ, ഇപ്പൊ വലിയ കൂട്ടുകാരായി. കാൽഗര മറ്റാരുടെയും അടുത്ത് ഇത്രയും അടുപ്പം പോലും കാണിച്ചിട്ടില്ല. അയാൾ ഇങ്ങനെ ചിരിക്കുന്നത് ഞാനിതിനു മുൻപ് കണ്ടിട്ടുമില്ല. ശേഷം കാൽഗരെ അവരെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കവാടം പോലെ ഒരു പ്രതിമയുണ്ടായിരുന്നു. അതിലേക്കൂടെ താഴേക്ക് പോകണമെന്ന് കാൽഗര. അപ്പോൾ ആ മണിയുടെ ശബ്ദം അവിടമാകം മുഴങ്ങിക്കേട്ടു. ഓയ് കാൽഗര, ഈ സുന്ദരമായ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? നോളണ്ട് ആരാഞ്ഞു. എന്റെ പിറകെ വന്നാൽ കാണാം എന്ന് പറഞ്ഞ് കാൽഗര നടന്നു. ആ കവാടത്തിലൂടെ പുറത്തു വന്ന അവർക്കാർക്കും തങ്ങളുടെ കൺമുന്നിലെ കാഴ്ച കണ്ട് വിശ്വസിക്കാനായില്ല. പ്രൗഢഗംഭീരമായി നിൽക്കുന്ന ശാന്തോറ എന്ന സ്വർണ നഗരം, അതിന്റെ ഒത്ത നടുക്ക് തന്നെ ഗംഭീരമായ കൂറ്റിനൊരു സ്വർണമണിയും. അവിടമാകം സ്വർണത്താൽ ആലങ്കൃതമായിരുന്നു. വാക്കുകൾ വരുന്നില്ല അല്ലേ? ഇതാണ് ശാന്തോറ എന്ന സ്വർണ നഗരം. ഇത് നിർമ്മിച്ചവരുടെ പിൻഗാമികളാണ് ഞങ്ങൾ, കാൽഗര പറഞ്ഞു. സ്വർണ നഗരമോ? ഞാൻ സ്വപ്നം കാണുകയാണോ? അത്രേ സ്വർണമൊക്കെ കണ്ടിട്ട് നാവികരെല്ലാം സന്തോഷം കൊണ്ട് പരക്കം പാഞ്ഞു. ഗോൾഡൻ ബെൽ ഒഴികെ മറ്റെന്തും എടുത്തുകൊള്ളാൻ കാൽഗര അവർക്ക് അനുവാദവും കൊടുത്തു. കാരണം ഗ്രാമീണർ അങ്ങനെയായിരുന്നു നന്ദി പ്രകടിപ്പിച്ചത്. എന്നാലും ഈ സ്ഥലം നിങ്ങൾ വർഷങ്ങളായി സംരക്ഷിച്ചതല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ തരാൻ പറ്റുമോ എന്ന് നോളണ്ട്. അതെ, ഞങ്ങൾ ഈ നഗരത്തെ സംരക്ഷിച്ചു, പക്ഷെ ഇവിടുത്തെ നിധിയെ അല്ല. വ്യക്തമായി പറഞ്ഞാൽ ഞങ്ങൾ ഈ കല്ലിനെയാണ് സംരക്ഷിച്ചത്. എന്താ ഇത്? ഈ എഴുത്തൊക്കെ ചരിത്രം എഴുതിയിരിക്കുന്നതാണ്. ഇതിന്റെ പേരാണ് ഓനഗ്ലിഫ്. എന്നാൽ ഞങ്ങൾക്കും ഇത് വായിക്കാൻ അറിയില്ല. ആ വലിയ സ്വർണമണിക്ക് കീഴിലുള്ള വലിയ കല്ലിൽ നോക്കി അയാൾ പറഞ്ഞു. അപ്പോൾ നിന്റെ മുൻഗാമികളല്ലേ ഇത് എഴുതിയതെന്ന് നോളണ്ട് ചോദിച്ചു. അല്ല, പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പായും അറിയാവുന്ന കാര്യം എന്തെന്നാൽ ഈ കല്ലിനെ സംരക്ഷിക്കാൻ വേണ്ടി ശാന്തോറ എന്ന നഗരം പൊരുതുകയും നശിക്കുകയും ചെയ്തു എന്നതാണ്. ഞങ്ങൾ ഇതിനെ അതേ അളവിൽ തന്നെയുള്ള ദൃഢനിശ്ചയത്തോടെ തുടർന്ന് സംരക്ഷിക്കും. അവരുടെ പിന്മുറക്കാരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവികർ പോരാടി അതിജീവിച്ചതിന്റെ തെളിവ് സംരക്ഷിക്കേണ്ടതിന്റെ കടമയുണ്ട്. അവരെ ഞങ്ങൾ ദൈവങ്ങളെ പോലെയാണ് ആദരിക്കുന്നത്, കാൽഗര പറഞ്ഞു. എന്നാലും ഈ വലിയ സ്വർണമണിയുടെ ശബ്ദമാണ് ഞാൻ കേട്ടതെന്ന് എനിക്കൊരു ഐഡിയയുമില്ലായിരുന്നു എന്ന് നോളണ്ട്. ഈ മണിയുടെ ശബ്ദം ശരിക്കും ഒരു സന്ദേശമാണ്. സന്ദേശമോ? സ്വർഗത്തിൽ ചെന്ന ഞങ്ങളുടെ പൂർവികരുടെ ആത്മാക്കൾ തിരികെ വരുമ്പോൾ അവർക്ക് വഴിതെറ്റാതെ ഇരിക്കാൻ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് എന്ന സന്ദേശം പ്രചരിപ്പിക്കാനായാണ് ഈ മണി ഞങ്ങൾ മുഴക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഈ മണിയുടെ ശബ്ദം ശാന്തോറയുടെ കഴിഞ്ഞ കാലത്തിന്റെ നിഷേധിക്കാനാവാത്ത മഹത്വത്തെ പ്രതിനിധീകരിക്കുന്നു. ഞങ്ങൾ ഇതിന്റെ നിലനിൽപ്പ് കടലിന്റെ നാനാ അതിർത്തി വരെയും പ്രചരിപ്പിക്കും. ഞങ്ങൾ ഓടിപ്പോവുകയോ ഒളിച്ചിരിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ നഗരത്തിന്റെ അഭിമാനമായ ഈ മണി ശാന്തോറയുടെ വെളിച്ചം എന്നറിയപ്പെടുന്നത്. അത് ശരിയാണ്, ഇതിന്റെ ശബ്ദം വളരെ ഗംഭീരമായി തോന്നിയെന്ന് നോളണ്ട്. നിനക്ക് അങ്ങനെ തോന്നിയോ? ആ, ഈ വെളിച്ചമാണ് ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്ന് ഈ ദ്വീപിലെത്താൻ സഹായിച്ചത്. പേമാരിയിൽ മറ്റൊരു ശബ്ദവും കേൾക്കാനാവാത്ത സാഹചര്യത്തിൽ ഞാൻ ഈ ശബ്ദം കേട്ടു. ആ ചെറിയ സർപ്പവും അവരുടെ അടുത്ത് വന്ന് സന്തോഷത്തോടെ ശബ്ദം വെച്ചു. ഓ, നിനക്കും ഇതിന്റെ ശബ്ദം ഇഷ്ടമാണോ? നീയും ആ സർപ്പങ്ങളെ പോലെ ഒരിക്കൽ വളർന്നു വലുതാകുമോ? അതിനിയും ഒരു 100 വർഷം കഴിയണമെന്ന് കാൽഗര ചിരിയോടെ പറഞ്ഞു. ഓയ് നോളണ്ടോ, നിനക്ക് ഇഷ്ടമുള്ളത്രയും കാലം നീ ഇവിടെ കഴിഞ്ഞു. 400 വർഷം മുൻപ് ശാന്തോറയുടെ പതനത്തിന് ശേഷം ഇവിടെ വന്ന ആദ്യത്തെ അതിഥിയാണ് നീ. നിന്നെ അതിഗംഭീരമായി സൽക്കരിക്കാനാണ് എന്റെ ഉദ്ദേശം, കാൽഗര പറഞ്ഞു. നന്ദി. എനിക്കിവിടത്തെ കാട്ടിൽ നിന്നും ധാരാളം ചെടികൾ ശേഖരിക്കാനുമുണ്ട്. പിന്നെ ഈ പകർച്ചവ്യാധിയും പൂർണ്ണമായി നശിപ്പിക്കണം. അപ്പോൾ ക്യാപ്റ്റ എന്ന് വിളിച്ചുകൊണ്ട് 2 പേർ അവിടേക്ക് വന്നു. അവരുടെ കയ്യിൽ ഒരു ഇറ്റേണൽ പോസും ഒരു മാപ്പും ഉണ്ടായിരുന്നു. അത് രണ്ടും ശാന്തിയന്മാർ അതിക്രമിച്ചു വന്നവരുടെ കയ്യിൽ നിന്നും പിടികൂടി നിലവറയിൽ സൂക്ഷിച്ചതായിരുന്നു. ആ മാപ്പ് ജായ എന്ന ദ്വീപിന്റെ തലയോട്ടിയുടെ ആകൃതിയിലുള്ള പൂർണ്ണമായ മാപ്പുമായിരുന്നു. മാത്രമല്ല, ഈ നഗരത്തിന്റെ സ്ഥാനവും ഇതിന്റെ പേരിൽ തന്നെയാണ് ഒളിച്ചിരിക്കുന്നത്. ശാന്തോറ എന്ന വാക്കിന്റെ അർത്ഥം തലയോട്ടിയുടെ വലത്തെ കണ്ണ് എന്നാണ്. ശേഷം കപ്പലിലെ ഡോക്ടർ ഗ്രാമനിവാസികളെല്ലാം ചികിത്സിച്ചു കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ഗ്രാമവാസികളും നാവികരും പരസ്പരം ചില ചെടികളും വിത്തുകളും കൈമാറി. നോളണ്ട് അവർക്ക് കൊടുത്തത് ഒരു മത്തങ്ങയായിരുന്നു. അവിടുത്തെ മണ്ണിനത് നല്ലതാണത്രേ. അവരെല്ലാം പിന്നെയും രാത്രിയിൽ ഉടനീളം ക്യാമ്പ് ഫയർ കത്തിച്ച് ആഘോഷങ്ങൾ തുടർന്നു.
എല്ലാവരും വളരെയധികം ആനന്ദത്തിലായിരുന്നു. കാൽഗരയും നോളണ്ടും ആ കാലയളവിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറിയിരുന്നു. നോളണ്ട് ആ ദ്വീപിൽ തന്നെ റിസർച്ചുകൾ തുടർന്നു. അവർ ഒരുമിച്ച് മദ്യം പങ്കുവെച്ച് സഹോദരങ്ങളെ പോലെയായി. അങ്ങനെ അവർ ജായയിൽ വന്നതിന് 1 മാസത്തിന് ശേഷം എന്തിനാ ഡോക്ടറും കൂട്ടരും അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ഒരു കുട്ടി കരഞ്ഞു. അപ്പോൾ ചീഫേ, നോളണ്ടും അവരും വരുന്നുണ്ടെന്ന് മറ്റൊരാൾ. ഇത് കേൾക്കൂ, ഇന്നലത്തെ കുറിച്ചൊന്നും സംസാരിക്കരുത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ പോകുമെന്നാണ് പറഞ്ഞത്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, മനസ്സിലായോ? ചീഫ് അവിടുത്തെ ആൾക്കാരോടായി പറഞ്ഞു. നമ്മൾ ഇരുവരും പരസ്പരം ചേരില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നൊരാൾ. അങ്ങേരുടെ മരുന്നത്ര നല്ലതാണേലും അയാൾ ദൈവത്തെ വധിച്ചയാളാണ് എന്ന് മറ്റൊരാൾ. നമ്മളുടെ ചരിത്രത്തെ അങ്ങനെ നിന്ദിക്കാൻ തക്ക മഹാന്മാരാണോ അവർ? അത് പോട്ടെ, നിങ്ങൾ തൽക്കാലം ക്ഷമിക്കൂ. അവർ പോകും വരെ ഒന്നും പറയേണ്ട എന്ന് ചീഫ് പറഞ്ഞു. അപ്പോൾ നോളണ്ടും നാവികരും സന്തോഷത്തോടെ അവിടേക്ക് വന്നു. എന്നാൽ അവരെ ആരും വകവയ്ക്കാതെ വീട്ടിൽ കയറി വാതിലുകൾ അടച്ചു. നാവികർക്കാർക്കും കാര്യം മനസ്സിലായില്ല. എന്തുപറ്റി ഇന്ന് എല്ലാവർക്കും? കാൽഗരയോടെ നോളണ്ട് ചീഫിനോട് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ വരുത്തന്മാരാണ്, കാൽഗരയ്ക്ക് നിങ്ങളെ ഒന്നും കാണേണ്ട എന്ന് സേറ്റോ പറഞ്ഞു. നോളണ്ട് മനസ്സിലാവാതെ നിന്നു. നിങ്ങൾ എപ്പോഴാ ഒന്ന് പോയി തരുന്നേ? അത് പറഞ്ഞിട്ട് അവരും പിരിഞ്ഞു. ഇതെന്താ എല്ലാവർക്കും നമ്മളോട് പെട്ടെന്നൊരു വെറുപ്പ്? അവനാ ചുമ്മാ ഇങ്ങനെ ഓരോന്നും പറയാതെ? നാവികർക്ക് മരിശം വന്നു. എന്നാൽ നോളണ്ട് അയാളെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമ്മളുടെ പണി തുടരാം, ഇനിയും ചില കാർഡുകൾ പരിശോധിക്കാനുണ്ട്. ഈ സമയം ശാന്തോറയിൽ ഉണ്ടായിരുന്ന കാൽഗരയോട് ഒരാൾ വന്ന് പറഞ്ഞു, നിന്നെ നോളണ്ട് അന്വേഷിക്കുന്നുവെന്ന്. അതിന് മറുപടിയായി കാൽഗര പറഞ്ഞത്, എനിക്കവന്റെ മുഖം കാണേണ്ട, ഇനിയെങ്ങാനും കണ്ടുപോയാൽ ഞാൻ അവനെ ചിലപ്പോൾ കൊന്നുപോകും എന്നായിരുന്നു. അയാൾ ആവേശം കൊണ്ട് തിളച്ചു. രാത്രിയായി. അന്നേ ദിവസം മണിയും ശബ്ദിച്ചില്ല. അവര് വന്നതിന് ശേഷം ഇങ്ങനെ ആദ്യമായായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്ന് നോളണ്ടിനോട് പറഞ്ഞു, 2 ദിവസത്തിനുള്ളിൽ കാർഡ് എക്സ്പ്ലോർ ചെയ്യുന്നത് കഴിയുമെന്ന്. അതുകൊണ്ട് 3-ാം പക്കം യാത്ര തിരിക്കാമെന്ന്. ഡോക്ടറിനും എത്രയും പെട്ടെന്ന് ആ നാട് വിട്ടു പോയാൽ മതിയെന്നായിരുന്നു. എന്നാൽ നമ്മൾ തുടങ്ങിയ ജോലി തീർത്തതിന് ശേഷമെന്ന് നോളണ്ട് ഉറപ്പിച്ചു പറഞ്ഞു. നോളണ്ട് കാൽഗരയുമായുള്ള ഓർമ്മകൾ ഓർത്തു. നോളണ്ടിനോട് അവിടെ സ്ഥിരതാമസമാക്കാൻ കാൽഗര പറഞ്ഞതും അതിന് മൂസുവിനെ വിവാഹം ചെയ്ത് തരാമെന്ന് പറഞ്ഞതും എന്നാൽ നാട്ടിൽ തനിക്ക് അവളുടെ പ്രായത്തിലുള്ള പിള്ളേരുണ്ടെന്ന് പറഞ്ഞ് നോളണ്ട് ഒഴിവായതും സേറ്റോ എന്ന പയ്യൻ പറഞ്ഞ കുത്തുവാക്കുകളും ഗ്രാമീണരുടെ വെറുപ്പും അയാൾ ഓർത്തു. അതൊക്കെ കാരണം ഇരിപ്പുറയ്ക്കാതെ നോളണ്ട് പാതിരാത്രി പൂർണ്ണചന്ദ്രന്റെ വെളിച്ചത്തിൽ ശാന്തോറയിൽ ആ മണിയുടെ അടുക്കൽ ചെന്നിട്ട്, നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാം, കാൽഗര പുറത്തുവാ. നീ എന്താണ് എന്നോട് മിണ്ടാത്തത്? എന്താണ് പ്രശ്നമെന്നെങ്കിലും പറ. നീ ഒന്നും പറയാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ ഉടനെ തന്നെ യാത്ര തിരിക്കും. എനിക്കിങ്ങനെ ഇവിടം വിട്ട് പോകണമെന്നില്ല. പെട്ടെന്നൊരു കുന്തം കുതിച്ചു വന്ന് നോളണ്ടിന്റെ കവളിൽ മുറിവേൽപ്പിച്ച് പോയി നിന്നു. കാൽഗര അവിടെ തന്നെ ഉണ്ടായിരുന്നു. അയാൾ ആരിശത്തോടെ പറഞ്ഞു, എന്റെ മുന്നിൽ ഇനി വന്നു പോകരുത്. അതോ നിന്റെ മരണത്തിൽ നമ്മൾക്ക് വേർപിരിയണോ?